എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വന്ന് തന്നോട് മത്സരിക്കാൻ എ.കെ. ഗോപാലൻ ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചിരുന്നു. നെഹ്റു തന്നെ വന്നു മത്സരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന മണ്ഡലമാണ് കാസർഗോഡ്. അത്രയ്ക്കുറപ്പുള്ള ഒരു ചെങ്കോട്ട. ആ കോട്ട കൊത്തളത്തിലാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന KSU നേതാവ് തേരോട്ടം നടത്തിയത്. ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് വിജയിച്ച എ.കെ. ഗോപാലൻ മണ്ഡലമുണ്ടായ 1957 മുതൽ 1971 വരെ കാസർഗോഡിന്റെ പ്രതിനിധിയായിരുന്നു. കമ്മ്യൂണിസത്തിന് വേരുറപ്പുള്ള ഈ ചുവന്ന മണ്ണിലേക്കാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഇത്തിരി കുഞ്ഞൻ ത്രിവർണ പതാകയുമായി എത്തുന്നത്. കാസർഗോഡിന്റെ ചുവപ്പ് മങ്ങിത്തുടങ്ങി എന്ന് സംശയിച്ചിട്ടാണോ എന്നറിയില്ല. AKG ഏതായാലും അക്കുറി തന്റെ കിരീടവും ചെങ്കോലും അനന്തരാവകാശിക്ക് കൈമാറി പാലക്കാടൻ കോട്ടയിലേക്ക് ചെമ്പട്ടാളത്തെ നയിച്ചു. കാസർഗോഡിന്റെ സാരഥ്യം കയ്യാളാൻ പകരമെത്തിയ സഖാവും ചില്ലറക്കാരനായിരുന്നില്ല. ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്ന നമ്മുടെ E.K. നായനാർ തന്നെ. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിന് നേതൃത്വം നൽകുന്നതിനിടയിലാണ് കാസർഗോഡ് സ്ഥാനാർത്ഥിയാകണം എന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സന്ദേശം കടന്നപ്പള്ളിയെ തേടിയെത്തുന്നത്. നാട്ടുരാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കിയതും ബാങ്കുകളുടെ ദേശസാൽക്കരണവും ഉൾപ്പെടെ ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ പരിഷ്കാരങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പിലെ പ്രധാന മുദ്രാവാക്യങ്ങൾ. പ്രചാരണത്തിന് ആകെ ഉണ്ടായിരുന്നത് വാടകയ്ക്കെടുത്ത ഒരു ജീപ്പും തുണിയിൽ എഴുതിയുണ്ടാക്കിയ ഏതാനും ബാനറുകളും ഒരു പെട്രോൾ മാക്സും മാത്രം. ഇതൊക്കെയായിട്ടും വോട്ട് എണ്ണി തീർന്നപ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യയൊന്നാകെ ഞെട്ടി. 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ AKG സ്ഥിരമായി ജയിച്ചിരുന്ന മണ്ഡലത്തിൽ ഊരും പേരും അറിയാത്ത ഒരു പയ്യൻ വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന 26-കാരൻ 28,404 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് E.K. നായനാരെ അന്ന് തോൽപ്പിച്ചത്. AKGയുടെ സംശയം എത്ര കൃത്യമായിരുന്നു എന്ന് നോക്കണം. 1977 നടന്ന തെരഞ്ഞെടുപ്പിലും രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെ കാസർഗോഡ് വിജയം ആഘോഷിച്ചു. CPMലെ M. രാമണ്ണ റായിയെ 5,042 വോട്ടുകൾക്ക് കടന്നപ്പള്ളി പരാജയപ്പെടുത്തി. ലാക് ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന ദ്വീപിന്റെ പേര് ലക്ഷദ്വീപ് എന്നാക്കണം എന്നതായിരുന്നു ലോക്സഭയിലെ ബേബിയായിരുന്ന കടന്നപ്പള്ളിയുടെ ആദ്യ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. മറ്റൊരു കഥയുമായി നാളെ വീണ്ടും.